ഇസ്രായേലിനെ കൂടുതൽ ആയുധമണിയിക്കാനും ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനും പദ്ധതിയിട്ട് അമേരിക്ക. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ സ്വീകരിക്കാൻ ജോർദൻ, ഈജിപ്ത് രാജ്യങ്ങളോട് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. വനിതാ ബന്ദി അർബേൽ യഹൂദിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ്. ഗസയിൽ തിരിച്ചെത്തിയ ഫലസ്തീൻകാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ വെടിനിർത്തൽ കരാറുകളൊക്കെ നടക്കുന്ന സമയത്ത് ഗസയുടെ പുനർനിർമ്മാണം കൂടി അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല എന്നുള്ള രീതിയിൽ അവർ അതുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഫലസ്തീനികളെ പുറന്തള്ളുക എന്നതായിരുന്നോ ഈ പുനർനിർമ്മാണം കൊണ്ട് ഉദ്ദേശിച്ചത്? ജോർദൻ, ഈജിപ്ത് രാജ്യങ്ങളോടാണല്ലോ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും നിലപാട് എന്താണ് വിഷയത്തിൽ? അമൃത, ജോർദാൻ രാജാവുമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നിർദ്ദേശം താൻ മുന്നോട്ട് വെച്ചത്. ഇന്ന് രാത്രി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുമായിട്ടും ഇക്കാര്യം താൻ സംസാരിക്കും. ഈജിപ്തിനോടും പരമാവധി ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുനരധിവസിപ്പിക്കണമെന്ന് താൻ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഈജിപ്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ജോർദാൻ വളരെ കൃത്യമായി തന്നെ അവരുടെ പ്രതികരണം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു നിർദ്ദേശം ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല. ജോർദാനികൾക്ക് ജോർദാൻ എത്ര പ്രിയപ്പെട്ടതാണോ അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ സമൂഹത്തിന്. അതുകൊണ്ട് പലസ്തീൻ ജനതയുടെ തീരുമാനം മാത്രമായിരിക്കും ഗസയിൽ പുലരുക. തങ്ങൾ ഒരു നിലയ്ക്കും ഈ ഒരു പലസ്തീനികളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയോ സന്നദ്ധതയോ അറിയിച്ചിട്ടില്ല എന്നുകൂടി ജോർദാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്തും ഔദ്യോഗികമായി നേരത്തെ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഗസയിൽ നിന്ന് ആളുകൾ പലസ്തീൻ ജനതയെ പുറന്തള്ളുന്നതിന് തങ്ങൾ ശക്തിയുക്തം തന്നെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ ഈജിപ്ത് വ്യക്തമാക്കിയതാണ്. അതേ നിലപാട് തന്നെ ഒരുപക്ഷെ ട്രംപിനോട് ഈജിപ്ത് പ്രസിഡന്റ് പ്രതികരിച്ചേക്കുമെന്നാണ് വാർത്താ റിപ്പോർട്ടുകളിൽ വ്യക്തമാവുന്നത്. ഏതായാലും അമേരിക്ക വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം, ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ജോ ബൈഡന്റെ സമയത്ത് റഫ ആക്രമണം നടന്നൊരു ഘട്ടത്തിൽ 2000 പൗണ്ട് ആയുധങ്ങൾ തടഞ്ഞു വെച്ചിരുന്നു. ആ ആയുധങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി ട്രംപ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും അർത്ഥത്തിൽ വിനാശകാരിയായിട്ടുള്ള ഒരു യുദ്ധം മേഖലയിൽ അവസാനിക്കാൻ പോലും സാധ്യതയില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആയുധങ്ങൾ, 2000 പൗണ്ട് വരുന്ന ബോംബുകൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം വരുന്നത്. സ്വാഭാവികമായിട്ടും ഗസയുടെയും അതോടൊപ്പം തന്നെ മേഖലയുടെയും ഭാവിയെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരത ഇസ്രായേൽ തുടരുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. നാസർ, അതുപോലെ ഈ അർബേൽ യഹൂദിന്റെ മോചനം അത് സംബന്ധിച്ച് എന്ത് പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്? ഇത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ തുടക്കം മുതൽ തന്നെ ട്രംപിൻ്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് മാത്രമാണ് ഇസ്രായേൽ നേതൃത്വം നെതന്യാഹു ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് പല വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് വ്യവസ്ഥകൾ ഹമാസ് ലംഘിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഈ കരാറിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ നെതന്യാഹു സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ്. കാരണം ഇന്നലെ 4 വനിതാ ബന്ദികളെ വിട്ടയച്ചു. അപ്പോൾ എന്തുകൊണ്ട് അർബേൽ യഹൂദിനെ വിട്ടയക്കുന്നില്ല? അവരൊരു സിവിലിയൻ വനിതയാണ്. അവരെ ആയിരുന്നു ഈ സൈനിക ബന്ദികൾക്ക് മുമ്പേ വിട്ടയക്കേണ്ടത്. അതുകൊണ്ട് യഹൂദിനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്നൊരു നിലപാട് നെതന്യാഹു പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, അവരെ വിട്ടയക്കുന്നത് വരെ വടക്കൻ ഗസയിലേക്ക് ഈ പലസ്തീനികളെ തിരിച്ചു വരാൻ അനുവദിക്കുകയില്ല എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് നെത്സരീം കോറിഡോറിൻ്റെ ഭാഗങ്ങളിൽ 10,000-ങ്ങളാണ് ഇപ്പോൾ വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ കഴിയാതെ കാത്തുകെട്ടിക്കിടക്കുന്നത്. അവർക്കെതിരെയാണ് വെടിവെപ്പ് നടന്ന് ഒരു പലസ്തീൻകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കരാർ മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അർബേൽ യഹൂദിനെ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിനോടും ഇസ്ലാമിക് ജിഹാദിനോടും ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ കൈവശമാണ് യഹൂദ് ഉള്ളത്. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ അടുത്ത ശനിയാഴ്ചയാണ് ഇനി ബന്ദി കൈമാറ്റം നടക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവരെ വിട്ടയച്ചുകൊണ്ട് ഈ കരാർ നിലനിർത്താനുള്ള ചില നീക്കങ്ങളിലാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും ഏർപ്പെട്ടിരിക്കുന്നത്. ആ നീക്കങ്ങൾ ഏറെക്കുറെ പുരോഗതിയുള്ളതായിട്ടാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ വ്യക്തമാവുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വനിതയെ വിട്ടയച്ചുകൊണ്ട് അതിന് പകരം 30 പലസ്തീൻ തടവുകാരെ വിട്ടയച്ചുകൊണ്ട് ശനിയാഴ്ചക്ക് മുമ്പ് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്.
നാസർ, അതുപോലെ ഗസയിൽ തിരിച്ചെത്തിയ ഫലസ്തീൻകാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെറുമൊരു ഒരു പുകമറയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ്. തുടർ നീക്കങ്ങൾ ഇസ്രായേലിന്റെ എങ്ങനെയാണ്? ഈ തരത്തിൽ തന്നെ ആക്രമണവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ? അവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരാറിനോ എത്ര കണ്ട് ഈ കരാർ ദുർബലപ്പെടുത്താനും അതോടൊപ്പം തന്നെ വീണ്ടും ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാനും ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ നിർബന്ധം ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപിൻ്റെ ഒരു കടുത്ത നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ കരാറിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കരാറിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ തീരുമാനം അല്ലെങ്കിൽ സമീപനത്തെ കൂടി ആശ്രയിച്ചാണ് ഈ കരാറിൻ്റെ ഭാവി നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വടക്കൻ ഗസയിൽ നിന്ന് ഈ 15 മാസത്തോളമായിട്ട് മാറി നിൽക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ജനതയ്ക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ല എങ്കിൽ പോലും തങ്ങളുടെ ഭൂമിയിലേക്ക് തങ്ങൾ പിറന്നു വീണ ആ ഭാഗത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ജനതയുടെ അവകാശത്തിന് നേരെയാണ് സൈനികമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് 2 മാസം ഈ ലബനാനുമായിട്ടുള്ള ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു കരാർ രൂപപ്പെട്ടത് 2 മാസം പുലരുകയാണ് ഇന്നത്തെ ഈ 2 മാസം പുലരുന്നതോടുകൂടി ഈ ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയും പിന്മാറണമെന്ന് ആ കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഇസ്രായേൽ ആ സൈനിക സാന്നിധ്യം ഈ ദക്ഷിണ ലബനാനിൽ അവസാനിപ്പിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് തങ്ങൾ പിന്മാറുകയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അവിടെയും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇന്നും ഇന്നലെയുമായിട്ട് ഇസ്രായേൽ സേന നടത്തിയത്. അതിൻ്റെ ഭാഗമായി 11 ലബനാൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ലബനാൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സ്ഫോടനാത്മകമാക്കി മാറ്റുക, അതിലൂടെ തങ്ങളുടെ താല്പര്യങ്ങളെ നിലനിർത്തുക എന്ന ഒരു അജണ്ടയിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ മേഖലയുടെ ഭാവി വീണ്ടും ഇരുളടഞ്ഞതായിട്ട് മാറാനുള്ള വലിയ ഒരു അവസ്ഥ കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അമൃത. MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. കുവൈത്തിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂൾ ബാഗുകളുടെ അധിക ഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുമാണ് മന്ത്രാലയം പുതിയ നടപടികൾ കൈക്കൊള്ളുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ജലാൽ അൽ തബ്തബായിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ ബാഗുകളുടെ ഭാരം 50% വരെ കുറയ്ക്കാനുള്ള നടപടി ആരംഭിച്ചത്. ഇതിനായി 2024-25 അധ്യയന വർഷത്തിലെ 2ാം സെമസ്റ്ററിനുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. പുതിയ നടപടി പുസ്തകങ്ങളുടെ അച്ചടി ഗുണനിലവാരത്തെയോ ഉള്ളടക്കത്തെയോ കാര്യമായി ബാധിക്കില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകി. സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഒഴിവാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. 2024-25 2ാം സെമസ്റ്ററിന് മുമ്പ് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആവശ്യമുള്ള പാഠപുസ്തകങ്ങൾ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്കൂളുകൾ അധ്യയനം ആരംഭിക്കാൻ പൂർണ്ണമായി തയ്യാറായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലോകാരോഗ്യ സംഘടന രാജ്യാന്തര തലത്തിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ബാഗുകളുടെ ഭാരത്തിൽ കുവൈറ്റ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഡെന്റൽ, അക്കൗണ്ടന്റ്, ഫാർമസി, എഞ്ചിനീയറിംഗ് തുടങ്ങി 269 പ്രൊഫഷണലുകൾ കൂടി സൗദിവൽക്കരണം നടപ്പാക്കും. ഘട്ടം ഘട്ടമായായിരിക്കും നടപടികളുണ്ടാവുക. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് ഈ തീരുമാനം. സ്വകാര്യ മേഖലയിലെ 269 തൊഴിലുകളിലാണ് നിർബന്ധിത സൗദിവൽക്കരണം നടപ്പാക്കുക. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ആരോഗ്യം, വാണിജ്യം, മുനിസിപ്പൽ എന്നീ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള തൊഴിൽ മേഖലകളാണ് സൗദിവൽക്കരിക്കുക. ഡെന്റൽ, അക്കൗണ്ടന്റ്, ഫാർമസി, എഞ്ചിനീയറിംഗ് തുടങ്ങി 269 തൊഴിലുകളിലായിരിക്കും പരിഷ്കരണം. ജൂലൈ 23 മുതലായിരിക്കും ഫാർമസി മേഖലയിലെ സൗദിവൽക്കരണ അനുപാതം ഉയർത്തുക. കമ്മ്യൂണിറ്റി ഫാർമസി, മെഡിക്കൽ കോംപ്ലക്സ് മേഖലയിൽ 35%, ആശുപത്രികളിലെ ഫാർമസികളിൽ 55% സൗദികൾക്ക് മാത്രമാക്കും. 5 അതിൽ കൂടുതലോ ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും ഇത് ബാധകമാവുക. നടപ്പിലാക്കുക 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. 3 അതിൽ കൂടുതലോ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സൗദിവൽക്കരണം നടപ്പാക്കും. സൗദി ഡെന്റൽ ഡോക്ടർമാരുടെ വേതനം ഇതോടൊപ്പം മിനിമം 9,000 റിയാലായി ഉയർത്തിയിട്ടുണ്ട്. അക്കൗണ്ടിംഗ് മേഖലയിൽ 5 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നിയമം നടപ്പാക്കുക. 5 അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്കായിരിക്കും ബാധകമാവുക. സ്വദേശികളുടെ ജോലി അവസരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
ഒമാനിൽ തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ തുടരുകയാണ്. നോർത്ത് ഷാർക്കിയയിൽ 361 പ്രവാസികളെയാണ് 2024 നാടുകടത്തിയത്. നോർത്ത് ഷാർക്കിയയിൽ മാത്രം നിയമവിരുദ്ധമായി ജോലി ചെയ്തുവെന്ന് കണ്ടെത്തിയ 428 വിദേശ തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ വർഷം നോർത്ത് ഷാർക്കിയ ഗവൺമെന്റിലെ തൊഴിൽ ഡയറക്ടർ ജനറൽ നടത്തിയ പരിശോധനയിൽ 605 സ്ഥാപനങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. ആകെ 131 പരാതികൾ കൈകാര്യം ചെയ്തു. ഇതിൽ 75 കേസുകളിൽ പ്രതികളെ പിടികൂടി. രാജ്യത്ത് നിയമവിരുദ്ധമായി ജോലി ചെയ്ത 428 വിദേശ തൊഴിലാളികളെയാണ് ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. ഇതിൽ 361 പേരെ നാടുകടത്തുകയും ചെയ്തു. 163 പ്രവാസി തൊഴിലാളികൾ സ്വയം കീഴടങ്ങുകയോ തൊഴിലുടമകൾ കൈമാറുകയോ ചെയ്തവരാണ്. സംയുക്ത പരിശോധനാ സംഘം 25 പരാതികൾ നേരിട്ട് കൈകാര്യം ചെയ്യുകയും 31 പരാതികൾ കൂടുതൽ അന്വേഷണത്തിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു. അതേസമയം രാജ്യത്തെ തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയത്തിന്റെ പരിശോധന വിവിധ ഗവർണറേറ്റുകളിൽ തുടരുകയാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ മസ്കത്തിൽ നിന്നും മാത്രം അറസ്റ്റിലായത് 1551 പേരാണ്. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ തൊഴിലാളികൾക്കായി പുതിയ ഭവന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പബ്ലിക് അതോറിറ്റി മാൻ പവർ പാർപ്പിട മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോ തൊഴിലാളിക്കും താമസസ്ഥലത്ത് നിർദ്ദിഷ്ടമായ ചതുരശ്ര അടി വിസ്തീർണം ഉറപ്പാക്കേണ്ടതാണ്. ഒരു മുറിയിൽ 4-ലധികം തൊഴിലാളികൾ താമസിക്കരുത്. റൂമുകളിൽ തിങ്ങി താമസിക്കുന്നത് ഒഴിവാക്കുകയും വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ നടപടികളുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ യോഗ്യമായ താമസം ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്ന തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് ഹൌസിംഗ് അലവൻസ് നൽകണം. ഇതനുസരിച്ച് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നവർക്ക് ശമ്പളത്തിന്റെ 25%, കൂടുതൽ ശമ്പളം ലഭിക്കുന്നവർക്ക് 15% അലവൻസ് നൽകണമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് താമസം ഒരുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അനുമതി തേടണം. ഈ അനുമതി താമസ സൗകര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും തൊഴിലാളികൾക്ക് അനുയോജ്യമാണെന്നും ഉറപ്പുവരുത്തുന്നതിനാണെന്ന് പബ്ലിക് അതോറിറ്റി മാൻ പവർ അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. അസീറിൽ വൈദ്യുതി മുടങ്ങിയതിൽ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചു. വൈദ്യുതി നിലയങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയാണ് വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്തുക. ദക്ഷിണ സൗദിയിലെ ജീസാൻ, അസീർ, നജ്റാൻ എന്നിവിടങ്ങളിലാണ് പൊടുന്നനെ വൈദ്യുതി നിലച്ചത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. വൈദ്യുതി നിലയങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയായിരിക്കും അന്വേഷണം നടത്തുക. നേരിട്ട പ്രയാസത്തിന് മന്ത്രാലയം ക്ഷമാപണവും നേരത്തെ നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് വൈദ്യുതി മുടങ്ങിയത്. വൈദ്യുതി മുടങ്ങിയതോടെ ഇന്റർനെറ്റ്, ടെലിഫോൺ എന്നീ സംവിധാനങ്ങളും നിശ്ചലമായി. പെട്രോൾ പമ്പുകളിൽ ആവശ്യത്തിന് പെട്രോൾ ലഭിക്കാത്ത പ്രയാസവും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. വൈകുന്നേരത്തോടെ തന്നെ മന്ത്രാലയത്തിന്റെ ഊർജിത ശ്രമങ്ങളുടെ ഭാഗമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നു. അർദ്ധരാത്രിയോടെയാണ് പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞത്. നിലവിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്ത പ്രദേശങ്ങളിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 17 മയക്കുമരുന്ന് കേസുകളിൽ 21 പേർ പിടിയിൽ. പ്രതികളിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്നും സൈക്കോട്രോപിക് വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ നിന്ന് ലഭിച്ചതായി സംശയിക്കുന്ന 20,000 കുവൈത്ത് ദിനാറും കണ്ടെടുത്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി. മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ കുറഞ്ഞ രാജ്യങ്ങളിൽ മുന്നിലെത്തി ഖത്തർ. ടെൻഷൻ ഫ്രീ രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഷ്യയിൽ 3ാമതും ആഗോളതലത്തിൽ 11ാം സ്ഥാനവും ഖത്തറിനുണ്ട്. 197 രാജ്യങ്ങളിൽ നടത്തിയ സർവേ അടിസ്ഥാനമാക്കി CEO വേൾഡ് മാഗസിനാണ് പട്ടിക തയ്യാറാക്കിയത്. സാമ്പത്തികവും മാനസികവുമായ ക്ഷേമമാണ് പട്ടികയുടെ അടിസ്ഥാനം. ജോലി സമ്മർദ്ദം, സാമ്പത്തിക സമ്മർദ്ദം, സാമൂഹികവും കുടുംബപരവുമായ സമ്മർദ്ദം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട മാനസിക പിരിമുറുക്കം എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു സർവേ. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിൽ 1ാം സ്ഥാനത്തുള്ള ഖത്തറിന് ഏഷ്യൻ വൻകരയിൽ 3ാം സ്ഥാനവുമുണ്ട്. ആഗോളതലത്തിൽ 11ാം സ്ഥാനം. മൊണോക്കോയാണ് പട്ടികയിൽ 1ാമത്. ലിച്ചൻസ്റ്റൈൻ, ലക്സംബർഗ് രാജ്യങ്ങളാണ് ആദ്യ 3-ലുള്ളത്. ബുറുണ്ടി, ദക്ഷിണ സുഡാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളാണ് ഏറ്റവും പിന്നിൽ. മീഡിയ 1 ദോഹ.
ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച UAE-യിലെ പ്രവാസി സമൂഹം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും ദേശീയ പതാക ഉയർത്തി. UAE പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇന്ത്യയ്ക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ പതാക ഉയർത്തിയതോടെയാണ് അബുദാബി ഇന്ത്യൻ എംബസി അങ്കണത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. സാമൂഹിക, സാംസ്കാരിക, വാണിജ്യ രംഗത്തെ പ്രമുഖരും തൊഴിലാളികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസഡർ വായിച്ചു. ദുബൈ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി. കലാപരിപാടികളും അരങ്ങേറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹവും ആഘോഷത്തിന്റെ ഭാഗമായി. കമ്മ്യൂണിറ്റി സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ കോൺസുലർ ആശിഷ് കുമാർ ശർമ്മ പതാക ഉയർത്തി. അഡ്വക്കേറ്റ് നാസറുദ്ദീൻ, പ്രദീപ് കുമാർ, ഡോക്ടർ പുത്തൂർ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ആഘോഷ പരിപാടികളുടെ ഭാഗമായി. മീഡിയ 1, ദുബൈ. വിപുലമായ പരിപാടികളോടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച മസ്കത്തിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം. എംബസി അങ്കണത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ നിന്നുള്ള സുപ്രധാന ഉദ്ധരണികൾ അംബാസഡർ വായിച്ചു. മസ്കത്ത് ഇന്ത്യൻ എംബസി അങ്കണത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ 500-ലേറെ പേരാണ് പങ്കെടുത്തത്. ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് എംബസി അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി. ഭാര്യ ദിവ്യ നാരംഗിനൊപ്പം ചേർന്നാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഇന്ത്യൻ സ്ഥാനപതി പുഷ്പാർച്ചന നടത്തിയത്. അഹിംസ സിദ്ധാന്തത്തെയും ഗാന്ധി ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച മാനവിക മൂല്യങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. ഇന്ത്യയുടെ പുരോഗതി, ജനാധിപത്യ മൂല്യങ്ങൾ, ഭാവി അഭിലാഷങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിനുള്ള പ്രധാന ഉദ്ധരണികൾ അംബാസഡർ വായിച്ചു. Our brothers and sisters living abroad have taken the best of our culture and civilization to different parts of the world and have made us proud with their achievements in diverse fields. They have always considered themselves to be a part of the India story. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾക്കും എംബസി അങ്കണം വേദിയായി. ഗുബ്ര ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. മസ്കത്തിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മീഡിയ 1, മസ്കത്ത്. 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കുവൈത്തിലെ ഇന്ത്യൻ എംബസി. അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക ദേശീയ പതാക ഉയർത്തി. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു. കുവൈത്തിലെ ഇന്ത്യൻ എംബസി കാര്യാലയത്തിനു മുന്നിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഇന്ത്യൻ പ്രവാസികൾ അണിനിരന്നിരുന്നു. 9 മണിക്ക് സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈക രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ദേശഭക്തി നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിൽ അംബാസഡർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശനം ഇന്ത്യ കുവൈത്ത് ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. വരും വർഷങ്ങളിൽ ബന്ധത്തിന്റെ ഫലപ്രദമായ ഫലം കാണുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിലെ ഏറ്റവും വലിയ വിദേശി സമൂഹത്തിന് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്ന സ്ഥാനപതി കുവൈറ്റ് ജനതയ്ക്കും ഭരണാധികാരികൾക്കും നന്ദി പറഞ്ഞു. പ്രവൃത്തി ദിവസമായിരുന്നിട്ടും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് പേരാണ് ആവേശപൂർവ്വം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ദേശഭക്തി ഗാനാലാപനവും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും ഡാൻസ് സ്കൂളുകളും അവതരിപ്പിച്ച കലാപരിപാടികളും ചടങ്ങിന് മിഴിവേകി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. SKSSF ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ മനുഷ്യജാലിക സംഘടിപ്പിച്ചു. സംസ്ഥാന SKSSF മനുഷ്യജാലികയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഒമാനിലെ ഇബ്രാ ഹോളി ഖുറാൻ മദ്രസ ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. മുഹമ്മദ് അലി ഫസി നടമ്പൽപ്പൊയിൽ പ്രമേയ പ്രഭാഷണം നടത്തി. ഷംസുദ്ദീൻ ബാഖവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അബ്ദുൽ ഷുക്കൂർ ഹാജി, ഷാജുദ്ദീൻ ബഷീർ, അഭിജിത്ത് കൈരളി തുടങ്ങിയവർ സംസാരിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യ സ്കൂൾ വിപുലമായ പരിപാടികളോടെ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേശീയ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും അരങ്ങേറി. ദമ്മാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരത് വിനയ് പർവാൾ ദേശീയ പതാക ഉയർത്തി.
സ്കൂൾ പ്രിൻസിപ്പൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന അധ്യാപകർ, പൗരപ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റ് നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ പീറ്റർ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം സദസ്സിന് മുമ്പാകെ വായിച്ചു. സീനിയർ സെക്കൻഡറി തലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. CBSE സോണൽ തല കായിക മത്സരങ്ങളിലെ വിജയികളെയും ആദരിച്ചു. രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ വരച്ചുകാട്ടുന്ന വിവിധ നിശ്ചല ദൃശ്യങ്ങളും പ്രദർശനങ്ങളും വേദിയിലെത്തി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ വരച്ചുകാട്ടുന്ന വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങിലെത്തി. സ്കൂൾ അധ്യാപകർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. സൗദി ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ RTR പ്രഭു പതാക ഉയർത്തി. സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്ന തലക്കെട്ടിലാണ് ആഘോഷ പരിപാടികൾ. പ്രിൻസിപ്പൽ ആലംഗീർ ഇസ്ലാം, വൈസ് പ്രിൻസിപ്പൽ മഞ്ജുഷ ചിറ്റാലെ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ, സ്കൂൾ അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സൗദിയിൽ പ്രവാസി മലയാളി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. റിയാദിലെ ചെറീസ് റെസ്റ്റോറന്റ് ഹാളിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം സുരേഷ് ശങ്കർ, നാസ്രീൻ ജിബിൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഷിബു ഉസ്മാൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സലിം വാലാലിപ്പുഴ, ബിനു കെ തോമസ്, റസൽ മടത്തിപ്പറമ്പ്, നിസാം കായംകുളം തുടങ്ങിയവർ സംസാരിച്ചു. ഒമാനിൽ ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ സംസ്കാരവും പാരമ്പര്യവും രുചികളും പരിചയപ്പെടുത്തുന്നതിനായി ലുലുവിൽ ഇന്ത്യ ഉത്സവിന് തുടക്കമായി. ഫെബ്രുവരി 2 വരെ ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ ഔട്ട്ലെറ്റുകളിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ദാർസൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഇന്ത്യ ഉത്സവ് ഉദ്ഘാടനം ചെയ്തു. ദാർസൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ, ഉപഭോക്താക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗാണ് ലുലു ഒമാൻ ഇന്ത്യൻ ഉത്സവ് 2025 തുടക്കം കുറിച്ചത്. ഇന്ത്യൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന ലുലുവിനെ ഇന്ത്യൻ അംബാസിഡർ പ്രശംസിച്ചു. ഒമാനിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും ലുലു ഒരു പ്രധാന ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Really appreciate Lulu for celebrating this festival of Indian products every year in Oman. India Utsav brings the best of India in terms of whether it is foodstuff or cosmetics or any other things for our Omani customers, and always good to come and see the sheer variety of products from India which is on display here. And this festival is evidence that today India's manufacturing capabilities, supplying capabilities have increased manifold. India has always been a great friend of Oman. We have always contributed. ഇന്ത്യ ഉത്സവ് ഉപഭോക്താക്കൾക്ക് എല്ലാ വിഭാഗത്തിലുമുള്ള ഉൽപ്പന്നങ്ങളിൽ മികച്ച ഓഫറിൽ ലഭ്യമാക്കും. കൂടാതെ നിരവധി പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഇന്ത്യൻ വിഭവങ്ങളുടെ രുചി ആസ്വദിക്കാനാവുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, സമുദ്ര വിഭവങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മധുര പലഹാരങ്ങൾ, സ്ട്രീറ്റ് ഫുഡ് എന്നിവയുടെ വലിയ ശേഖരമാണ് മറ്റൊന്ന്. മേളയുടെ ഭാഗമായി ഇന്ത്യയിലുടനീളമുള്ള ലുലുവിന്റെ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് റീജിയണൽ ഡയറക്ടർ ഷബീർ കെ പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ബഹ്റൈനിൽ ഭാരതീയം എന്ന ശീർഷകത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 40 പേർ പങ്കെടുത്ത പ്രാഥമിക ഘട്ട മത്സരത്തിൽ നിന്ന് 10 പേർ ഈ മാസം 31 നടക്കുന്ന ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സൗദിയിലെ റിയാദിൽ സ്റ്റുഡൻസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പഠന ക്ലാസുകൾ, സംവാദ സദസ്സ് എന്നിവ അരങ്ങേറി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ക്യാമ്പിന്റെ ഭാഗമായി. ബിയോണ്ട് 2025 എന്ന പേരിലാണ് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വ്യത്യസ്ത സെഷനുകളിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന ക്ലാസുകൾ നടന്നു. വ്യത്യസ്ത മേഖലകളിലെ പ്രധാനികളാണ് ക്ലാസിന് നേതൃത്വം നൽകിയത്. CMA സുഹേൽ, ഹിഷാം അബൂബക്കർ, നിസാർ, അജ്മൽ ഹുസൈൻ, തബ്ഷീറ മഹ്മൂദ്, മുഹ്സിന അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരാണ് വിഷയങ്ങൾ അവതരിപ്പിച്ചത്. സംവാദ സദസ്സും ക്യാമ്പിന്റെ ഭാഗമായി. പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു സംവാദ സദസ്സ്. രക്ഷിതാക്കൾക്കായി നടന്ന പാരന്റിംഗ് സെഷന് സാജിദ് പറക്കൽ നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗെയിം സെഷന് അഫ്നിദ, ഫീസ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിദ്ദിഖ് ബിൻ ജമാൽ, അഷ്ഫാഖ് കക്കോടി, PC അജ്മൽ, അസ്ലം, റൻസില, നുസ്രത്ത്, ഷാനിദ് അലി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1 റിയാദ്.
ശാന്തിസദനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് കുവൈറ്റ് ചാപ്റ്റർ രൂപവൽക്കരിച്ചു. കുവൈത്തിലെത്തിയ പ്രശസ്ത സൈക്കോളജിസ്റ്റും സിറാസ് ഡയറക്ടറുമായ ഷറഫുദ്ദീൻ കടമ്പോട്ട്, ശാന്തിസദനം മാനേജർ ഹമീദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മിറ്റി രൂപവൽക്കരണം. അബുകോട്ടയിലെ ചെയർമാനായും എം കെ ഗഫൂറിനെ പ്രസിഡന്റായും ബുക്സിത്തിനെ ജനറൽ സെക്രട്ടറിയായും കെ പി യൂനുസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കോഴിക്കോട് സ്വദേശിനി കുവൈത്തിൽ മരിച്ചു. കോഴിക്കോട് മൂടാടി പാലക്കുളം സ്വദേശി സഫീന ഹൻഷാസാണ് മരിച്ചത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 10 ദിവസമായി കുവൈത്തിലെ ജാബിർ അഹമ്മദ് ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് KKMA മാഗ്നറ്റ് ടീം നേതൃത്വം നൽകി. സൗദിയിൽ ഷാജീവ് ശ്രീകൃഷ്ണപുരം രചനയും സംവിധാനവും നിർവഹിച്ച അയാൾ എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ റിലീസിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചു. റിയാദ് അൽമദീന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. കബീർ പട്ടാമ്പി, ഷിഹാബ് കൊട്ടുകാടും സംയുക്തമായാണ് റിലീസിംഗ് നിർവഹിച്ചത്. റിയാദ് ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഗാനമേളയും ചടങ്ങിന്റെ ഭാഗമായി. വാസുദേവൻ പിള്ള, ബാബുരാജ്, ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഒമരക്കുട്ടൻ പനുമലയെ പ്രസിഡന്റായും ഷഫീഖ് അറക്കലിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. RJ രതീഷാണ് ട്രഷറർ. സാദിഖ് ചെന്നാടൻ, അൻവർ പാലേരി എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. സൗദി മലയാളി സമാജം ദമാം ഘടകം P. ജയചന്ദ്രൻ, സുകുമാർ അഴീക്കോട് അനുസ്മരണം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ ഭാവഗാനങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തിച്ച അതുല്യ ഗായകനെയാണ് P. ജയചന്ദ്രന്റെ വിയോഗത്തിലൂടെ മലയാളത്തിന് നഷ്ടമായതെന്ന് പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. സാജിദ് ആറാട്ടുപുഴ, ഡോക്ടർ സിന്ധു ബിനു, ജേക്കബ് ഉതുപ്പ്, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ആസിഫ് താനൂർ, ബൈജു കുട്ടനാട്, വിനോദ് കുഞ്ഞ്, നസീർ പുന്നപ്ര എന്നിവർ നേതൃത്വം നൽകി. ജിദ്ദ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 30 നടക്കും. മഹാജീർ എംപറോർ സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി 9 മണി മുതലാണ് മത്സരങ്ങൾ. ജിദ്ദയിലെയും പരിസര പ്രദേശങ്ങളിലെയും 8 ടീമുകൾ പങ്കെടുക്കും. ജില്ലാ KMCC പ്രസിഡന്റ് ഇബ്രാഹിം കോലി, സനുൽ ആബിദീൻ, അബ്ദുസലാം OP, സുബൈർ വാണിമേൽ, സാലി പൊയിൽത്തോടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സൗദി ഖത്തീഫ് KMCC ബാഫക്കി തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലിക്കുട്ടി ഒളവട്ടൂർ ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക ന്യൂനപക്ഷങ്ങളുടെ ആത്മീയവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അഭിവൃദ്ധിക്കും ഔന്നത്യത്തിനുമായി നിലകൊണ്ടിരുന്ന നേതാവായിരുന്നു അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെന്ന് പരിപാടിയിൽ സംസാരിച്ചവർ പറഞ്ഞു. മുഷ്താഖ് പേങ്ങാട്, OP ഹബീബ് എന്നിവർ സംസാരിച്ചു. സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ചേർത്ത് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. നിയാസ് തൊട്ടിക്കൽ, ഫൈസൽ മൊക്കേരി എന്നിവർ നേതൃത്വം നൽകി.